ഹലോ എവരിവൺ. ഈ സോഫ്റ്റ് ടോയ്സിനെയൊക്കെ ഒന്ന് നോക്കി എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത്തരം ടോയ്സ് ഒന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ടോയ്സൊക്കെ ഈ രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. എനിക്ക് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ D9 Diaries. ഇന്ന് ഞാൻ സോഫ്റ്റ് ടോയ്സ് ഒക്കെ സ്റ്റഫ് ചെയ്യുന്ന ഒരു ഗോഡൗണിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് സോഫ്റ്റ് ടോയ്സ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. കംപ്ലീറ്റ് ആയതുകൊണ്ട് അല്ലാതെ സോഫ്റ്റ് ടോയ്സിൻ്റെ സ്കിന്നുണ്ട്. സ്കിൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ സ്റ്റഫ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സോഫ്റ്റ് ടോയ്സിൻ്റെ ഈ രൂപത്തിനെ സ്കിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഇവരുടെ കൈകളിൽ എത്തുന്നത്? ഈ ഒരു സ്കിന്നായിട്ടാണ്. ഇതിൽ കോട്ടൺ സ്റ്റഫ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഷോപ്പുകളിലേക്ക് ഇവരെത്തിക്കുന്നത്. ശരിക്കും കോട്ടൺ ഒന്ന് സ്റ്റഫ് ചെയ്യാതെ തന്നെ ഇവരെയൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാണ്. നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികൾ, പപ്പീസ്, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഒരുപാട് ഡോൾസ്, അങ്ങനെ പല വെറൈറ്റീസിലുള്ള ഒരുപാട് സോഫ്റ്റ് ടോയ്സിൻ്റെ സ്കിൻ ഇവരുടെ കയ്യിലുണ്ട്. ഇനി ഇതിലെല്ലാം കോട്ടൺ സ്റ്റഫ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഷോപ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു സ്പൈഡർമാനെ സ്റ്റഫ് ചെയ്ത് എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. നമുക്കിത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ഓരോ പാർട്സിലും കറക്റ്റായിട്ട് കോട്ടൺ എത്തിയാലേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ കറക്റ്റ് ഷേപ്പും ഒക്കെ കിട്ടുള്ളൂ. ഓരോ സോഫ്റ്റ് ടോയ്സിലും ഇത്ര അളവിൽ കോട്ടൺ വേണമെന്നുണ്ട്. അപ്പോൾ അത്രയും കോട്ടൺ ചെന്നാലേ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങും കിട്ടുള്ളൂ. ഇടയ്ക്കൊരു സ്റ്റിക്ക് വെച്ച് അവരത് ഓരോ പാർട്സും ലെവലാക്കി കൊടുക്കും. ബാക്ക് സൈഡിലെ ഓപ്പൺ ആയിരിക്കുന്ന ഏരിയ സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്പൈഡർമാൻ കംപ്ലീറ്റ് ആയി. സ്പൈഡർമാനെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു പൂച്ചക്കുട്ടിയെ സ്റ്റഫ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതിനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പൂച്ചയുടെ സൗണ്ട് വരാൻ വേണ്ടി ഒരു കീയും കൂടെ വെച്ചിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പൂച്ച കരയുമെന്ന്. കേട്ടില്ലേ, നല്ല ഉഷാറായിട്ട് കരയുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടോയ് സ്റ്റഫ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഞാനൊരു ബണ്ണിയുടെ സ്കിന്നെടുത്ത് അതിനൊന്ന് സ്റ്റഫ് ചെയ്ത് നോക്കി. വിചാരിച്ച പോലെ അത്ര ഈസിയൊന്നും ആയിരുന്നില്ല ചെയ്യാൻ. ഒരു തവണ കോട്ടൺ തിരിച്ചെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നാലും എന്താ ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ചും കൂടെ ചെയ്താൽ കംപ്ലീറ്റ് ആവും. നല്ല ഭംഗിയില്ലേ? ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കാരണം വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കുറേ മിക്കി മൗസിനെ അവിടെ കൂട്ടിയിട്ടുണ്ട്. ഗേളും ബോയും ഒക്കെ ഉണ്ട്. ഗേളിനെ മിക്കി മിനി എന്ന് അത്ര പറയാ, ബോയിനെ മിക്കി എന്നും. ഇതുപോലെ ഒരുപാട് സോഫ്റ്റ് ടോയ്സ് കംപ്ലീറ്റ് ആക്കിയത് ആ ചാക്കിൽ റെഡിയാക്കി വെച്ചിരിക്കുക ഷോപ്പിലേക്ക് എത്തിക്കാൻ. ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ്ങും ക്വാളിറ്റിയൊക്കെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ എല്ലാ സോഫ്റ്റ് ടോയ്സും കൈകൊണ്ടാണ് സ്റ്റഫ് ചെയ്യുന്നത്. ഇത് മെഷീനിൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ആ മെഷീൻ്റെ സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇവിടെ ഇവർ സ്റ്റഫ് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം കൈകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇന്ന് ചെയ്ത എല്ലാ സോഫ്റ്റ് ടോയ്സും ഷോപ്പിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇവർക്ക് എറണാകുളം ബ്രോഡ്വേയിൽ ക്യാപ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്